ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പശുക്കൾ എപ്പോഴും തൊഴുത്തിൽ നിൽക്കണവരാണ്. അപ്പോൾ അഴിച്ച് കെട്ടാനൊന്നും ശരിക്കും സ്ഥലമൊന്നുമില്ല നമുക്ക്. അപ്പോൾ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് അഴിച്ച് പുറത്തേക്ക് കയറ്റി ഭയങ്കര സന്തോഷമാണ് അവർക്ക്. അത് കാണുമ്പോൾ ശരിക്കും സന്തോഷമാവും, ഉള്ളിലൊരു വിഷമവും തോന്നും. കാരണം അവർ നമ്മുടെ ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് നമ്മളവരെ കെട്ടിയിട്ട് വളർത്തി അവരുടെ സന്തോഷങ്ങളൊന്നും ഇല്ലാണ്ടാക്കുകയാണ്. പക്ഷേ അഴിച്ചിട്ട് വളർത്താൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പശു വളർത്തൽ തുടങ്ങിയത്. പക്ഷേ പിന്നീട് മതിലൊക്കെ കെട്ടിയപ്പോൾ നമുക്ക് പാടത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാതെയായി. പക്ഷെ അപ്പോഴേക്കും അവർ നമ്മുടെ ജീവനും ജീവനോപാധികളായി മാറിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അത് നിർത്താനൊന്നും പറ്റിയില്ല. അപ്പോൾ അത് തുടർന്ന് തന്നെ പോണു. ഇങ്ങനെ ഒരു സൗകര്യക്കുറവിൽ തന്നെ നമ്മളിതിപ്പോഴും വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെ തുടർന്ന് പോവുകയാണ്. എന്നാൽ ഇടയ്ക്കൊന്ന് അഴിച്ചു കെട്ടും. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അതായത് തുള്ളിച്ചാടി ദേവുട്ടിയാണിത്. ദേവുട്ടിക്ക് 6.5 മാസം ഗർഭിണിയാണ്. അപ്പോൾ മുകളിലത്തെ തൊഴുത്തിൽ കുറ്റികളുണ്ട്. ഓരോ പശുവിൻ്റെയും സ്പേസ് വിട്ടിട്ട് ഓരോ കുറ്റി ഉള്ളത് കൊണ്ട് ഗർഭിണികൾക്ക് ഇങ്ങനെ അവരുടെ ആ ഒരു സൗകര്യത്തിന് കിടക്കാൻ പറ്റാത്തതുകൊണ്ട് താഴത്തെ ഭാഗത്തേക്ക് ഇറക്കി കെട്ടാനായിട്ട് വേണ്ടിയിട്ടാണ് ഇവരങ്ങനെ 7 ആളി നമ്മൾ അഴിച്ച് കെട്ടിയിട്ട് 2 ഗർഭിണികളെ ആദ്യം പ്രസവിക്കണ 2 പേരെ നമ്മൾ താഴത്ത് ഇറക്കി കെട്ടാനാണ്. എല്ലാവരും അഴിക്കണം. ഞങ്ങളുടെ തൊഴുത്തിൻ്റെ ഒരു പോരായ്മ അതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ തൊഴുത്ത് ഒരാളെ ഏറ്റവും അറ്റത്തെ ആളെ അഴിക്കണമെങ്കിൽ 5 ആളെ അഴിച്ചാൽ മാത്രമേ അഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തൊഴുത്ത് പണിയുമ്പോൾ അന്ന് അതങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് വിഷമമുണ്ട്. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് അമ്മയും മോളാണ്. ഇത് കിങ്ങിണി മോളാണ്. കിങ്ങിണി മോളെ കുളിപ്പിക്കണ വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു. കിങ്ങിണി മോള് 5 മാസം ഗർഭിണിയാണ്. അമ്മ 7.5 മാസം ഗർഭിണിയാണ്. അമ്മയുടെ പേര് കുഞ്ഞോളെന്നാണ്. അയ്യോടാ അയ്യോടാ അമ്മേ. അങ്ങനെ എല്ലാവർക്കും എല്ലാവരും അഴിച്ച് കെട്ടിയിട്ട് എല്ലാവരും അവരവരുടേതായിട്ടുള്ളൊരു സന്തോഷത്തിലാണ്. അപ്പോൾ കുറച്ച് നേരമൊക്കെ നമ്മൾ അഴിച്ച് കെട്ടി പിന്നെ ആ നേരം കൊണ്ട് തൊഴുത്തിലെ ഷീറ്റൊക്കെ മാറ്റി ഒക്കെ വൃത്തിയാക്കി അവിടെ. അതായത് ചക്കരയ്ക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഇവിടെ വന്നപ്പോൾ. ഇനിയിപ്പോൾ എല്ലാവരെയും ഓരോരുത്തരെയായിട്ട് നമ്മൾ തിരിച്ച് കൊണ്ടുവന്ന് തൊഴുത്തിൽ കെട്ടുകയാണ്. എവിടെ വലിയോളെവിടെ? വലിയോളെ എവിടെയാണ്? വലിയോളെ എവിടെയാണ്? സുന്ദരി പെണ്ണ് എവിടെയാണ്? കിങ്ങണോ വായോ, അവൻ്റെ കിങ്ങണോ വായോ.